പരിതാപകരം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകാത്തതിന്റെ കാരണമെന്തെന്ന് വളരെ ലളിതമായി ബഹുമാനപ്പെട്ട എറണാകുളം മുൻസിഫ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അത് വിശദീകരിക്കാൻ കോടതി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അതിശക്തവും നിഷിദ്ധവുമാണ്. മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പിലാക്കാൻ മാർപ്പാപ്പ തന്നെ തന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച വ്യക്തി തന്റെ സ്ഥാനത്തിനും ഉത്തരവാദിത്വത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള കോടതിയുടെ നിരീക്ഷണം എല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. അതാണ് ചുവടെ ചേർത്തിരിക്കുന്നതും അമ്പരപ്പിക്കുന്നതും ആക്ഷേപാർഹവുമായതെന്നാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സ്വഭാവത്തെക്കുറിച്ച് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത്, ഒരു വശത്ത് സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് ആവശ്യപ്പെടുകയും അതേസമയം തന്നെ നേരെ വിപരീതമായ നിലപാട് അദ്ദേഹം കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. സിനഡിന്റെ തീരുമാനത്തിന് ഒപ്പുവെച്ചയാൾ തന്നെ കോടതിയിൽ സിനഡ് തീരുമാനം നടപ്പാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് അതിനുള്ള അവകാശമില്ലെന്നും കേസ് നിലനിൽക്കുന്നില്ലെന്നും വാദിക്കുന്നു. കോടതി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഈ നിലപാടിനെ വിശദീകരിക്കുന്നത് ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന വ്യാജ സംസാരവും കപടതയും എന്നാണ്. യഥാർത്ഥത്തിൽ ഇതുതന്നെയല്ലേ കഴിഞ്ഞ കുറേ കാലങ്ങളായി സീറോ മലബാർ സിനഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട സമയത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെതിരെ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു ദുരവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നുവല്ലോ. സഭയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതുപോലെ മനസാക്ഷിക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർ തങ്ങൾക്ക് അടിസ്ഥാന വിശ്വാസം പോലുമില്ലെന്ന് തെളിയിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർ വിശ്വാസികൾക്ക് കൂടുതൽ ഉതപ്പുണ്ടാക്കാതെയും അവരുടെ ക്ഷമയെ കൂടുതൽ പരീക്ഷിക്കാതെയും എത്രയും പെട്ടെന്ന് സ്ഥാനമൊഴിഞ്ഞ് കളം കാലിയാക്കുന്നതാണ് നല്ലത്. ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.